കേരളത്തിലെ മുന്നണികളെല്ലാം നായന്മാരുടെ തിണ്ണ നിരങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. സുകുമാരൻ നായർ പിണറായി വിജയന് വലിയ പിന്തുണ നൽകി എന്നുള്ളതൊക്കെ കേട്ടറിഞ്ഞ് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കും ഇരിക്കപ്പുറതിയില്ല ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം NDAയിൽ നിന്നും നെട്ടോട്ടം പോകും. ഇനി കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ആളാം വീതം നോക്കിക്കോ ഇറങ്ങിത്തുടങ്ങും. ഇപ്പൊ PJ കുര്യൻ അവിടെ NSS ആസ്ഥാനത്തെത്തി സാക്ഷാൽ സുകുമാരൻ നായരെ കണ്ടതായിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. ഈ സുകുമാരൻ നായർ പറയുന്നത്, അതായത് ശബരിമലയിലെ ആചാരത്തിൽ ഇനി യാതൊരു കാരണവശാലും തങ്ങൾ ലംഘനമുണ്ടാക്കില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരോട് ഒട്ടി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അത് പിണറായി വിജയനുമായിട്ടുള്ള ഡീലിങ്സ് ഒന്നും തന്നെ PJ കുര്യന്റെ അടുക്കലോ കോൺഗ്രസ്സുകാരുടെ അടുക്കലോ ധരിപ്പിക്കേണ്ടതായ ആവശ്യമില്ലല്ലോ. എന്തായാലും ഇപ്പൊ സുകുമാരൻ നായരെ അങ്ങ് ആളാക്കി വെച്ചിരിക്കുകയാണ്. ഈ സുകുമാരൻ നായർ ആണോ കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്? പണ്ട് കോന്നിയിൽ തോപ്പിൽ ഭാസി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തോട് പെരുന്നയിൽ പോയി NSSന്റെ സെക്രട്ടറിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ പറ എന്നാണ് പറഞ്ഞത്. ഇത് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മന്നത്തിന്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? അവനാണ് യഥാർത്ഥ തന്തയ്ക്ക് പിറന്നവനെന്നാണ് പറഞ്ഞത്. അതെ, അത്തരത്തിൽ പറയാനായിട്ടുള്ള ഒരാർജവം തോപ്പിൽ ഭാസി കാണിച്ചു. ഇപ്പൊ അതൊന്നും ആർക്കും ഇല്ലെന്നുള്ളതാണ്. ഇപ്പൊ ആരുടെ എവിടെയും പോയി തിണ്ണ നിരങ്ങാനായിട്ട് എല്ലാ മുന്നണിയിലുള്ളവരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എങ്ങനെ നിരങ്ങണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനിയിപ്പോ PJ കുര്യൻ അങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. NSSന്റെ ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കണ്ടതായിട്ടാണ് പറയുന്നത്. PJ കുര്യനോടൊപ്പം വേറെ ആരും പോയിട്ടില്ല. അതുകൊണ്ട് വേറൊരു കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായിയും സുകുമാരൻ നായരുമായിട്ടുള്ള ഡീലിങ്സിന് വലിയ പിന്തുണ കൊടുക്കാനായിരിക്കുമോ? കാരണം PJ കുര്യൻ ഇപ്പൊ നോക്കുന്നുണ്ട് 2026 എങ്ങനെയെങ്കിലും ഒന്നുകൂടെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മത്സരിച്ച് രംഗത്ത് വരണമെന്ന്. അത് നടക്കില്ല എന്നും അറിയാം. കാരണം കോൺഗ്രസിലെ യുവ നേതൃത്വം എല്ലാം തന്നെ അതിശക്തമായിട്ട് രംഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ കടൽ കിഴവന്മാരുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും PJ കുര്യനെ പോലുള്ളവര് ചിലപ്പോൾ, ഇവരെല്ലാം അധികാരമോഹികളാണല്ലോ. ഡൽഹിയിൽ ഒരാൾ ഇരിപ്പുണ്ടല്ലോ, കേരളത്തിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കാനായിട്ട് ഡൽഹിയിൽ പിണറായി വിജയൻ ഇരുത്തിയിരിക്കുന്ന ഒരു ഗുണാണ്ടറുണ്ട്, നമ്മുടെ KV തോമസ് എന്ന് പറഞ്ഞതുപോലെ PJ കുര്യനും ചിലപ്പോൾ അങ്ങ് CPMലേക്ക് ചാടി പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് PJ കുര്യൻ പോയി ചർച്ച നടത്തണമെന്നൊന്നുമില്ല. അങ്ങനെ ആകാൻ വഴിയില്ല. PJ കുര്യൻ പോയത് CPMുമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ദൃഢത മനസ്സിലാക്കുന്നതിനും തനിക്കും അങ്ങോട്ടേക്ക്, അതായത് പിണറായിയുടെ അടുത്തേക്ക് ചാടിയാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ തന്നെയുള്ള നീക്കം തന്നെയാണ്. അത് വ്യക്തമായിട്ടുള്ള കാര്യവുമാണ്. PJ കുര്യൻ ഈ തിരുവല്ല മണ്ഡലം നോട്ടമിടുന്നുണ്ട്. മർത്തോമാ സഭയുടെ ആസ്ഥാനമാണ്. അവിടെ നിന്നാൽ ഒരുപക്ഷെ മാത്യു T തോമസിന് നല്ല രീതിയിൽ അവിടുന്ന് ഇപ്പം ജനപിന്തുണ കുറഞ്ഞിട്ടുണ്ട്, അതിശക്തമായ എതിർപ്പ് നേരിടുന്നു. BJP അവിടെ സ്ഥാനാർത്ഥിയെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അനൂപ് ആന്റണിയാണ് അവിടെ മത്സരിക്കുക. BJPയിലെ ക്രൈസ്തവ മുഖമാണ്, വലിയ ജനപിന്തുണയുള്ള ഒരു യുവ നേതൃത്വത്തിൽ നിന്ന് വരുന്ന നേതാവാണ്. നരേന്ദ്രമോദി അമിത്ഷായുമായിട്ട് പോലും വലിയ നേരിട്ടുള്ള ബന്ധമുള്ള യുവനിരയിലുള്ള ഒരാളാണ് അനൂപ് ആന്റണി. അപ്പൊ അനൂപ് ആന്റണിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഇടമാണ് തിരുവല്ല. അതുകൊണ്ട് തിരുവല്ല BJPക്ക് പിടിച്ചെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. പക്ഷെ PJ കുര്യൻ അവിടെ നോട്ടമുണ്ട്. PJ കുര്യന് അതിന് മുന്നോടിയായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ മുൻപ് നടത്തുകയൊക്കെ ചെയ്തു. PJ കുര്യൻ ഒരു തവണ കൂടി നോക്കും. ഇത്തവണ എനിക്ക് തോന്നുന്നു സീറ്റോ എന്തെങ്കിലും
കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. കെ വി തോമസ് പോയതും ഏത് സാഹചര്യത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തനിക്ക് വീണ്ടും അവസരമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് കെ വി തോമസ് മറുകണ്ഠം ചാടിയത്. അതുപോലെ പി ജെ കുര്യനും അങ്ങോട്ടേക്ക് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ ഒരു മുന്നോടിയായിട്ട് തന്നെ വേണം നമുക്കിതിനെ കാണേണ്ടത്. ഇപ്പൊ പിണറായി വിജയനുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് പോയത്. കോൺഗ്രസിന് അത് പ്രതികൂലമാക്കുമോ എന്നൊക്കെ അറിയണം. പി ജെ കുര്യൻ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ്. എന്നിട്ട് കോൺഗ്രസിനകത്ത് സ്ഥാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ചാടുക എന്നുള്ളതാണ്. കോൺഗ്രസിൽ സ്ഥാനം കിട്ടാൻ പോകുന്നില്ല, അത് ഉറപ്പായ കാര്യമാണ്. കാരണം യുവ നേതൃത്വ നിരയിൽ നിന്ന് തന്നെ ഒരു വമ്പൻ പടയെ ഇങ്ങോട്ടേക്ക് ആനയിക്കാനായിട്ട് കോൺഗ്രസിൽ നിന്ന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. വി ഡി സതീശൻ അതിന് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പി ജെ കുര്യനും ഇങ്ങനെയൊക്കെയുള്ള വി എം സുധീരനും ഇങ്ങനെയൊക്കെ ഉള്ളവരെ തീർച്ചയായിട്ടും അകറ്റി നിർത്തുകയും ചെയ്യും. അപ്പൊ അത് പി ജെ കുര്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇനിയും രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കണമെന്നുള്ളത് കൊണ്ട് കെ വി തോമസിനെ പോലെ അപ്പുറത്തേക്ക് ചാടുക. പിണറായി വിജയൻ മൂന്നാം ഊഴം വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കെ വി തോമസിന് കിട്ടിയ മാതിരിയുള്ള സ്ഥാനമാനങ്ങൾ പി ജെ കുര്യനും കിട്ടിക്കൂടായികയില്ലല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പുറത്തേക്കുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം പി ജെ കുര്യൻ NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരുമായിട്ട് ചർച്ച നടത്തിയത്. സുകുമാരൻ നായർ പറയുന്നു, ഞങ്ങൾ അങ്ങനെ അത് സമദൂരത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിണറായി വിജയൻ എടുത്ത ഒരു തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. സുകുമാരൻ നായരല്ലേ, നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും അത് വിശ്വസിക്കാനും പ്രയാസമുണ്ട്. കാരണം സുകുമാരൻ നായർ ഇതുപോലെ CPM-ഉം പിണറായി വിജയനുമായിട്ടൊരു വലിയ ഡീൽ നടത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തില് ഇതെന്താണ് എന്നുള്ള ആ ഡീലിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ CPM-ന് കൂടുതൽ ആഴത്തിലേക്ക് ഇനി ഇറങ്ങിപ്പോകാൻ കഴിയുമോ എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് പി ജെ കുര്യനും ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കോൺഗ്രസിനകത്ത് ഈ പഴയ നേതൃനിരയൊക്കെ ഒന്ന് ചിലര് തൂത്തു തുടച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ആ ശ്രമമൊന്നും അത്ര അങ്ങോട്ട് ഫലവത്താകുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ വി എം സുധീരനായാലും മുല്ലപ്പള്ളി ആയാലും എല്ലാവരും AK ആന്റണിയും ഒക്കെ തന്നെ അവരങ്ങോട്ടേക്ക് ഇറങ്ങി വരാമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ യുവനേതൃത്വം അതിശക്തമായിട്ട് കയറി വരുമ്പോൾ ഇവരെയൊക്കെ പിന്തള്ളാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് പി ജെ കുര്യനും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. CPM-ന് ഇവിടെ വേരോട്ടമുണ്ടോ എന്നുള്ളതും കൂടി തത്വത്തിൽ ഒന്ന് നിരീക്ഷിക്കുക എന്നുള്ളതാണ് പി ജെ കുര്യൻ നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം.